ഹലോ, ഇന്ന് നമുക്കൊരു എളുപ്പത്തിൽ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മുടെ കിസ്മിസും വണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. സവാള വറക്കുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതവിടെ സവാള അവിടെ റെഡി ആവുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുട്ടയൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഞാനതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചക ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നിങ്ങനെ പരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മിക്സിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ മല്ലിയില, ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കുന്നത് നമ്മുടെ തൈര് 3 സ്പൂണ് തൈര് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അവനും അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇത് സെയിം നമ്മൾ ഈ വറുത്ത് കോരിയിട്ടുള്ള ഈ ഒരു ബിരിയാണി പോട്ടിലേക്ക് തന്നെ നമ്മുടെ കുറച്ചും കൂടി എണ്ണ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് സവാളയും കൂടി, ഇതും ഞാനൊരു 3 സവാള മീഡിയം സൈസിൽ അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വാടട്ടെ. അപ്പം ഇത് ഈ വാടാനെടുക്കുന്ന ഈ ഒരു ടൈം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ഭയങ്കര ഈസിയാണ് ഇത് സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഡേയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം സവാള ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതവിടെ കിടന്നൊന്ന് വഴട്ടെ. ഇനി നമ്മൾ ചേർക്കുന്നത് ഇതാ നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, ഇതിലെന്തൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിയില, തൈര് 3 സ്പൂൺ തൈര്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന പോലെ നമുക്കൊന്നും അങ്ങോട്ട് വഴറ്റി കൊടുക്കും. കണ്ടോ, ആ ഒരു തൈരിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി ഇപ്പോൾ അതിങ്ങനെ ഡ്രൈ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് ഓൾറെഡി കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഈ റൈസിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി എന്താ മിക്സിങ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ മുട്ട ഈ റൈസിലൊക്കെ ഒന്ന് പരട്ടി എടുക്കുക നമ്മൾ. അപ്പോൾ ഇവിടെ മുട്ടയും റൈസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് അതും ചേർക്കുക. അത്യാവശ്യം നല്ല ഈ റൈസിന് വേണ്ട, നമ്മളിതിലേക്ക് കറിയൊന്നും വേറെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഉപ്പ് ഇതിലിടണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് ഒന്നും കൂടി മിക്സ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നന്നായിട്ട് ഇങ്ങോട്ട് കുഴഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം. അപ്പോൾ നമ്മൾ ബിരിയാണി പോട്ടിലാണെങ്കിൽ ഇരട്ടി വെള്ളം, ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ അളന്നിട്ട് ഇതേപോലെ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ വഴറ്റിയൊക്കെ ആകുമ്പോഴേക്കും അപ്പുറത്ത് വെള്ളം തിളക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തിളച്ച വെള്ളം, ആ രീതിയിലാണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, കട്ട കുത്താൻ പാടില്ല. കാരണം നമ്മൾ റൈസ് വറുത്തതുകൊണ്ട് ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് ഉപ്പും പുളിയും ഒക്കെ എരിവും ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ കറക്റ്റാണെങ്കിൽ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഒരു 90% വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിപ്പം ഒരു 3-ോ 4-മത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഈ ഇളക്കണത്. എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് എല്ലാ സ്ഥലവും ഒന്ന് വേവുള്ളൂ. പിന്നെ സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതേപോലെ ഇപ്പം ഏകദേശം 90% വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. മുട്ട ബിരിയാണി അല്ലേ, അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അത് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദമ്മിടില്ലേ, അതിൻ്റെ ഒരു ഏകദേശം സെയിം എഫക്റ്റ്. പക്ഷേ ഈ മുട്ടയൊന്നും അങ്ങോട്ട് പിടിക്കാനില്ല. പക്ഷെ എന്നാലും കാണാനുള്ളൊരു ഭംഗിക്ക് നമ്മൾ എന്ത് ചെയ്യുക, മുട്ട ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ എൻ്റെ മുട്ട കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് 2 നാടൻ മുട്ടയാണ് അതിൻ്റെ ഇടയിൽ ഉപയോഗിച്ചത്. അപ്പോൾ അത് തോല് പൊളിക്കുമ്പോൾ തന്നെ നേരേക്ക് പോന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ മുട്ട അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ളത്, പിന്നെ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പ് ഞാനിതിൽ ചേർത്തിട്ടില്ല. അത് ഈ റെസിപ്പീൻ്റെ പ്രത്യേകതയല്ല, എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ധാരാളം ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതിപ്പോൾ 90% അല്ലേ വെന്തിട്ടുള്ളൂ. ഇതിൽ കുറച്ച് നമ്മളിത് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം ഒരു കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇനി ഒന്നും കൂടിയും അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് നമ്മുടെ ഇങ്ങനെ ഓരോ വറ്റും വിട്ട് കിട്ടുന്ന രീതിയിൽ ഡ്രൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതായത് 100% വേവുന്ന വരെ നമ്മളിത് മൂടി വെച്ചിട്ട് ആ സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേവിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.